വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രമ്യാസ് ഫാമിലി വ്ലോഗ്. അപ്പൊ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ്. ചെറിയ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അമ്മയും പപ്പയും ഇല്ല, നമ്മൾ മൂന്നര് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ഇനാഗ്രേഷൻ പരിപാടി ഉണ്ട് നമുക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ട്രിപ്പ്, അങ്ങനെയാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എവിടെയാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല, ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതൊന്നും എവിടെയെങ്കിലും പോണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇനാഗ്രേഷൻ പരിപാടി നടക്കുന്നത് നാഗർകോവിൽ വെച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ജേണി കണ്ടാലോ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ കഴിഞ്ഞു. സംഭവം എന്ന് പറയുന്നത് അവിടെ 11 മണിക്കാണ് ഇനാഗ്രേഷൻ. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 10 o'clock ആയി. നമുക്ക് 1.5 hour ആണ് നമുക്ക് ട്രാവൽ ഉള്ളത് അവിടെ എത്താനായിട്ട്, ആ സ്പോട്ടിൽ എത്താനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ലേറ്റ് ആണ്. പിന്നെ അറിയത്തില്ല, ചിലപ്പം 11:30 ഒക്കെ ആവുമായിരിക്കും അവിടെ ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈം ആയിരിക്കുമല്ലോ, അല്ലേ അച്ഛാ? പിന്നെ റോഡ് ഇച്ചിരി തിരക്കുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര മണിക്ക് എത്തുമെന്ന് കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, സൈക്ലിംഗ് ആണെന്ന് തോന്നുന്നു. കോമ്പറ്റീഷൻ എന്തോ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മൾ അത് ആ ടൈം നമുക്ക് കിട്ടി അല്ലേ? ആ ടൈം നമുക്ക് പോയി കിട്ടി. കാരണം ഹൈവേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ പോകാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ ബൈ റോഡ് കയറ്റി വിട്ടത് കാരണം അവിടെയും സ്ലോ ആവുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം തിരക്കുണ്ടല്ലേ റോഡിന്ന്. അങ്ങോട്ട് പോകുമ്പോ നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. ബൈറോഡ് ശബരിമല കയറുന്നു ഇറങ്ങുന്നു കയറുന്നു ഇറങ്ങുന്നു, അടുത്ത കയറ്റം. റോഡ് വഴി വന്നതുകൊണ്ട് ഈ വാഴക്കൃഷിയൊക്കെ കാണാൻ പറ്റിയില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ അല്ലേ പോകുന്നത്. അങ്ങനെ നമ്മൾ ഹൈവേയിൽ വന്ന സമയമെല്ലാം ബൈ റോഡ് വഴി കയറി പോയി. സോ ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ഹൈവേ തീർന്നു. നമ്മുടെ ഹൈവേ എന്താ പറയാ, ഹൈവേ ഫുള്ളില്ലല്ലോ, ഹൈവേ അതുവരെ ഉള്ളു. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് നേരെ കളിയിക്കുള്ള പോകാനുള്ള റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ചെറുവാരക്കോണം എത്താറായി നമ്മൾ ഏകദേശം. നമ്മുടെ യാത്ര കളിയിക്കാവള എത്താറായിരിക്കുകയാണ്. സോ അപ്പോൾ അവളെ കൂടെ കഴിഞ്ഞാൽ കളിയിക്കാവള ജംഗ്ഷനാണ്. നേരത്തെ നമ്മൾ കുറച്ച് കാലമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. ലാസ്റ്റ് വേളാങ്കണ്ണി പോയിട്ട് തിരിച്ചു വന്നതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനുശേഷം നമ്മളിടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ റോഡ് നേരെ നമുക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ നെയ്യാറ്റിങ്കര, പാറശാല നെയ്യാറ്റിങ്കര ആ റോഡാണ്. നമ്മളിവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് കയറിയ ഇപ്പോൾ കളിയിക്കാനുള്ള ജംഗ്ഷൻ. ഇനി അടുത്ത് നെക്സ്റ്റ് മാർത്താണ്ഡം, അങ്ങോട്ടാണ് നമ്മൾ ലക്ഷ്യം. ഇവിടെ എന്തോടെ പരിപാടി? ഇലക്ഷന്റെ എന്തെങ്കിലും ആയിരിക്കും തോന്നുന്നു കേട്ടോ, അറിയത്തില്ല. അതിന് വല്ല എക്സ്പോയോ ആണോ? ബോർഡൊന്നുമില്ല. അല്ല, എൻ്റെ ഫ്രണ്ട് പണി നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തമിഴിൽ അങ്ങനെ ആയിരിക്കും. ഇനി ഈ റോഡ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് സ്ലോ ആയിട്ട് പോകാനുള്ള ഒരു ഇതേ ഉണ്ടാകത്തുള്ളൂ. കാരണം മെയിൻ എന്ന് പറയുന്നത് 2-way റോഡാണ്. 1-way റോഡായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് യൂസ് ചെയ്യായിരുന്നു. ബട്ട് വീതി ഉണ്ട്, വീതി തീരെ കുറവൊന്നുമല്ല, വീതി അത്യാവശ്യമുള്ള റോഡ് തന്നെയാണ്. നേരത്തെ ഭയങ്കര കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന റോഡായിരുന്നു അല്ലേ? അത് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ആ കളിയിക്കാവള വരെ എത്തുന്ന റോഡ് ഭയങ്കര മോശമായിരുന്നു നേരത്തെ. അത് ഈ ഇടയ്ക്ക് ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കാരണം അവിടെ അത്യാവശ്യം വൃത്തിയായി. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് റോഡ് വീതി കുറവാണ്. അല്ല, വീതി ഉണ്ട്, പക്ഷെ 2-way റോഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ മാർത്താണ്ഡം കഴിഞ്ഞു, വീണ്ടും നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 കിലോമീറ്ററോളം ഈ റോഡ് തന്നെയാണ്. ഈ സെയിം NH66 ആണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ സെയിം റോഡ് ഏകദേശം 20 കിലോമീറ്റേഴ്സ് ഇനിയും ഉണ്ട് നമുക്ക് കവർ ചെയ്യാൻ. എന്നുവെച്ചാൽ നമ്മുടെ വീട് മുതൽ നമ്മുടെ ഈ സ്പോട്ട് വരെ എത്ര കിലോമീറ്റർ ആണുള്ളത് ടോട്ടല്? 59 ആണെന്ന് തോന്നുന്നു. എത്ര മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാന്നാണ് കാണിച്ചിരുന്നത്? അറൗണ്ട് 1 hour 20 minutes. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ കറക്റ്റ് ഒരു 10 o'clock ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പം 36 minutes ഇപ്പം തന്നെ കഴിഞ്ഞു.
ഏകദേശം എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ? എത്ര കിലോമീറ്റർ എന്ന് ചോദിച്ചാ നോക്കേണ്ടി വരും. നമ്മൾ ഇപ്രാവശ്യം ഗൂഗിൾ മാപ്പ് ഒന്നും നേരെ ഇടാത്തത് കൊണ്ട് അതൊന്നും നോക്കാറില്ലല്ലോ. മാത്രമല്ല ഭയങ്കര സ്ലോയും ആണ് നമ്മള്. സ്ലോ ആവുന്നത് ശരിക്കും പറഞ്ഞാൽ റോഡ് സാധാരണ നമ്മൾ വേളാങ്കണ്ണി പോകുന്ന സമയത്താണെങ്കിൽ നമ്മള് രാവിലെ തന്നെ ഈ ഒരു റോഡ് കടക്കും. കാരണം ഈ റോഡ് ഒരു 8 മണി 8:30 കഴിയുകയാണെന്നുണ്ടെങ്കിൽ തിരക്ക് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇത് ഹൈവേ ആയിട്ട് മാത്രമല്ല, ഇതിന് സൈഡിൽ തന്നെ ഒരുപാട് ആൾക്കാർ എന്താണ് താമസിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ സ്റ്റോർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു ഇതിവിടെ ഉള്ള ഒരു ഏരിയ ആണ്. ലൈക്ക് നമ്മുടെ ഹൈവേ പോലെ ജസ്റ്റ് റോഡ് മാത്രം പണിതിടയല്ല, കുറച്ചുകൂടെ താമസം ഉള്ള ഒരു ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒരു തിരക്ക് കൂടും. അതാണ് നമ്മൾ പോകുന്ന സമയത്ത് രാവിലെ ഏകദേശം ഒരു 7-7:30 മുന്നേ തന്നെ ഈ സ്ഥലമെല്ലാം കവർ, അതായത് ഈ നാഗർകോവിലെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകാറ്. അല്ലാന്നുണ്ടെങ്കിൽ ഡിലേ ആവും. കാരണം മെയിൻ ഇതാണ്, കുറച്ചുകൂടെ തിരക്കുണ്ടാവും. നമുക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ലിമിറ്റഡ് സ്പീഡ് കീപ്പ് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആര് എപ്പോൾ ചാടും. സോ അതുപോലെ തന്നെ വാഹനങ്ങളുടെ തിരക്കും അങ്ങനെ ഒരു റോഡാണിത്. അപ്പൊ നമ്മൾ അഴകിയ മണ്ഡപം കഴിഞ്ഞു, വീണ്ടും നമ്മൾ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച്, വലിയ ചർച്ച്. അതെ അതെ അതെ, ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് CSI. അപ്പൊ ഇപ്പോ സമയം ഏകദേശം 10:45 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനിയും അറൗണ്ട് ഒരു 10-15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഈ ഒരു ജേണിയുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? കുറച്ച് കിലോമീറ്ററേ ഉള്ളേ, പക്ഷെ അനങ്ങുന്നേ ഇല്ല. അല്ല, നമ്മള് സാധാരണ ഈ പറയണ വൺ വേയിൽ പോണ സമയത്ത് നമുക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ടാവും. ഇതിപ്പോ മാക്സിമം നമുക്കൊരു 60-80 ആ ഒരു റേഞ്ചിലാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സമയം തോന്നാത്തത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോ ആ ഒരു ബൈപ്പാസ് വന്നതിന് ശേഷം കൂടുതലും ബൈപ്പാസ് ആണല്ലോ യൂസ് ചെയ്യണത്. അതെ അതെ, ഇവിടെ ഒരു ചർച്ച് നല്ല ഭംഗിയല്ലേ അത്. ആ ചർച്ചിന്റെ ഫ്രണ്ട് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. ഈ റോഡില് ഒത്തിരി ചർച്ച ഉണ്ട്. പക്ഷെ ഈ നാഗർകോവിൽ ഏരിയയൊക്കെ കുറച്ച് ക്ഷേത്രങ്ങളല്ലേ കൂടുതൽ. ക്ഷേത്രങ്ങളുടെ ഒരു അതെ അതെ അതെ. നാഗർകോവിലില് നമ്മളിപ്പോ മെയിൻ പ്ലേസസ് ടു വിസിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഗൂഗിളിൽ ഒത്തിരി ക്ഷേത്രങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഒരു വട്ടക്കോട്ടൈ, പിന്നെ ഈ എന്താണ് പത്മനാഭപുരം പാലസ്, ഇതൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും കാണിക്കുന്നതെല്ലാം ക്ഷേത്രങ്ങളാണ്. അപ്പൊ അത്യാവശ്യം കുറെ ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഏകദേശം 11:20 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ.
ഞങ്ങൾ എത്തിയ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ അവിടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു സാറിന് വേണ്ടിയിട്ട്. അപ്പം സാർ വന്ന ഉടനെ തന്നെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് അവിടെ നിന്നൊരു ചായ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ചായയും നല്ല സമൂസയൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ്. ഫ്യൂച്ചർ സ്കിൽ പാർക്കിന്റെ നാഗർകോവിലുള്ള ബ്രാഞ്ച് ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട് മിനിസ്റ്റർ ടി മനോജ് തങ്കരാജ് സാറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഗസ്റ്റുകളായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കിൽ ട്രെയിനിങ് പ്രോജക്ട് ഡിവിഷൻ യൂത്ത് എംപ്ലോയബിലിറ്റി സ്കിൽ ട്രെയിനിങ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ശരത് എസ് നായരും പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മിസ്റ്റർ വിജിൻ രാജ്, എക്സിക്യൂട്ടീവ് ഓഫീസർ മിസ്റ്റർ ശ്രീജിത്ത് എന്നിവരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ബോറടിയൊന്നും ഇല്ലാതെ തന്നെ പരിപാടിയെല്ലാം അവസാനിച്ചു. ഏനു ബേബി ഉറക്കമായിരുന്നു, ഇതിൻ്റെ ഇടയിൽ എഴുന്നേറ്റായിരുന്നു. അപ്പം നമ്മൾ ഏനു ബേബിയും കൊണ്ട് അതിൻ്റെ അകമൊക്കെ ഒന്ന് കാണാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രിവാൻഡ്രം ബ്രാഞ്ച് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നാഗർകോവിലുള്ളവരുടെ ബ്രാഞ്ചാണ്. അപ്പോൾ ഇനിയും ദൈവം ഒത്തിരി ബ്രാഞ്ചസ് തുടങ്ങാനായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്കും ഇനാഗുറേഷൻ ഒരു ഇൻവിറ്റേഷൻ തന്നതിന് താങ്ക് യു പറയാണ് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടേഴ്സിനോട്. ഉദ്ഘാടനത്തിൻ്റെ ആ ടൈമിൽ നമ്മൾ എത്തിയതുകൊണ്ട് തന്നെ ആരോടും സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിൽ എല്ലാവരും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അകത്ത് കയറിയപ്പോഴാണ് സംസാരിക്കാനായിട്ടൊക്കെ ഒരു ടൈം കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. മിക്കവരും നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ ആയിരുന്നു. സോ കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തമിഴ്നാട് സ്റ്റൈലിലുള്ള ബിരിയാണിയും എന്താ പറയുക നല്ല കേസരിയൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ ഹീനു ബേബി കുറേ നേരം അവിടെ ഒരുപാട് കുഞ്ഞുമക്കളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുമക്കളോട് കളിച്ച് നല്ല അടിപൊളിയായിട്ട് കുറേ ബലൂണൊക്കെ തൂക്കിക്കൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനാഗ്രേഷൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ.